ട്രേഡിംഗ് ഇന്ത്യയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് വെള്ളിയാഴ്ച രാത്രി US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. US മാർക്കറ്റിൽ ഡൗ ജോൺസ് 300 പോയിൻറ്റും S&P 38 പോയിൻറ്റും നസ്ഡാക്ക് ഏകദേശം 100 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 61 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 250 പോയിൻറ്റിനടുപ്പിച്ച് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി 61 പോയിൻറ്റ് റിക്കവറും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. മറ്റ് ന്യൂസുകളൊന്നും വന്നിട്ടില്ല, നെഗറ്റീവിനുള്ള ന്യൂസുകളൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ നിൽക്കുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫാർമ കമ്പനികൾക്കെതിരെ, ഫാർമ സെക്ടറിനെതിരെ ട്രംപ് ചുമത്തിയിട്ടുള്ള 100% താരിഫ്. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് അന്ന് ഇടിഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവാണ്. അതിനനുസരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി കയറിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് 100% താരിഫ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അതിൻ്റെ ഒരു വോളറ്റാലിറ്റിയോ നെഗറ്റീവ് ട്രെൻഡോ ഇന്ത്യൻ മാർക്കറ്റിൽ തുടരാനാണ് സാധ്യത കൂടുതൽ വരും ദിവസങ്ങളിൽ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ന്യൂസോ അല്ലെങ്കിൽ റേറ്റ് കട്ടോ വന്നില്ല എന്നുണ്ടെങ്കിൽ, താരിഫ് കട്ടോ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് ഫാർമ കമ്പനികളെ വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ബാധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ ഒരു ട്രെൻഡ് മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട്, അതായത് കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുന്നേ 3 ആഴ്ച കൊണ്ട് കയറിയ ഈ ഒരു 3 ആഴ്ചത്തെയും ഏകദേശം കഴിഞ്ഞ ഒരൊറ്റ ആഴ്ച കൊണ്ട് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. മാർക്കറ്റിന് ഒരു അപ് ട്രെൻഡ് നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ നമ്മൾ ഒരു ഫിബ് വരച്ചിട്ടുണ്ടായിരുന്നു. താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 24,800 24,924 മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച വരയ്ക്കും മാർക്കറ്റ് അവിടെ തന്നെയാണ് നിന്നത്. വെള്ളിയാഴ്ചത്തെ നമ്മുടെ താരിഫിൻ്റെ ഒരു പ്രശ്നം വന്നതോടുകൂടി മാർക്കറ്റ് ഏകദേശം 250 പോയിൻറ്റിന് മുകളിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് താഴോട്ട് മാർക്കറ്റ് ഇടിഞ്ഞ്, എങ്കിലും താഴെയുള്ള സ്റ്റോപ്പ് ലോസ് ലെവലായിട്ടുള്ള 24,645 ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നിൽപ്പുണ്ട്. നമ്മൾ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ട് മാർക്കറ്റ് ഒരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ, തിങ്കളാഴ്ച ഇതിന് താഴോട്ടൊരു മാർക്കറ്റിലൊരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ ചിലപ്പോൾ വലിയൊരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കിതിൻ്റെ ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം. ട്രെൻഡ് ലൈനിൽ ഈ 2 ലോയും കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ 2 ലോയും കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏകദേശം ഒരു ട്രെൻഡ് ലൈനിന് തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് കയറിയിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ഫോളിങ് വന്നുവെങ്കിലും ആ ഡേ ക്യാൻഡിൽ തന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറി, പിന്നെ വീണ്ടും ഫോൾ വന്നപ്പം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ കഴിഞ്ഞ 2 തവണയും ഇവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഹയർ ഹൈ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ട്, ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴോട്ട് പുതിയ ലോ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഹയർ ടൈം ഫ്രെയിം അനുസരിച്ച് ഈ ഒരു ലോയ്ക്ക് മുകളിൽ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഈ ഒരു ഹൈക്ക് മുകളിൽ ഹയർ ഹൈയും ക്രിയേറ്റ് ചെയ്തു ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ ഇനി പേടിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ലോ ട്രെൻഡ് ലൈൻ അനുസരിച്ച് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴെ പുതിയ ലോ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫോർമേഷൻ മാറും, ലോവർ ലോയിലോട്ട് പോകും.
പക്ഷേ ഈ ഒരു ട്രെൻഡ് ലൈന് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഫിബിൻ്റെ ലെവൽ 786 ഇതിന് താഴോട്ടൊരു വിക്ക് വല്ലതും വന്നിട്ട് കയറിപ്പോയാലും കുഴപ്പമില്ല. പക്ഷേ മാർക്കറ്റ് ഇതിന് താഴോട്ട് ക്ലോസിങ് വരാനോ സ്ട്രോങ് ക്യാൻഡിലിൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടാനോ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ വലിയൊരു ഫോറിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരാൻ സാധ്യതയുള്ളത് ഈ ആഴ്ച ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിലോട്ട് സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള ലെവലെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഈ ഒരു സപ്പോർട്ട് വന്നിട്ടുള്ള ഏരിയ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറിയായിരുന്നു. പിന്നെ ഈ ഏരിയയൊക്കെ റിജക്ഷൻ ആയിരുന്നു. ഈ ഒരു ഏരിയയിലോട്ട് ചിലപ്പോൾ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. ഏകദേശം 24,000 താഴെ 23,800-900 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോയേക്കും. എങ്കിലും നിലവിലുള്ള ഒരു അപ് ട്രെൻഡിൻ്റെ ഹയർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡിൻ്റെ സാധ്യതകൾ ഇപ്പോഴും നമുക്ക് മുമ്പിലുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈന് പിന്നെ ഈ ഹയർ ലോ ഫോർമേഷൻ, ഈ ഒരു ലോയ്ക്ക് മുകളിൽ വന്നിട്ടുള്ള ഹയർ ലോ ഫോർമേഷൻ എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്, ഓൾറെഡി നമുക്കിവിടെ അപ് ട്രെൻഡിനുള്ള ഒരു സൂചന തന്നിരുന്നു. ഈ ഒരു ഹൈക്ക് മുകളിൽ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. ഇനി ഇതിന് താഴെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും മുകളിലോട്ടുള്ള ഒരു ലെവലെന്ന് പറയുന്നത് 24,978 ഈ ഒരു റേഞ്ച് വരുന്ന ഏരിയയ്ക്ക് മുകളിലോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,000 മുകളിൽ, അതായത് നേരത്തെ വരച്ചിട്ടുള്ള ഈ ഫിബ് ലെവല് 50% മുകളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിലോട്ടൊരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതിന് മുകളിൽ മാർക്കറ്റ് ഒരു പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന്. നമുക്ക് വീണ്ടും ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 15 മിനിറ്റ്സിൽ ഏകദേശം ഈ ഒരു ലെവലെങ്കിലും നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയാലേ മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെഷൻ വരയ്ക്കും ഉച്ച വരയ്ക്കും മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിന്നതാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുവെങ്കിലും മാർക്കറ്റ് അവസാനത്തെ രണ്ടാമത്തെ സെഷനിലാണ് മാർക്കറ്റ് വീണത്. അപ്പം ഈ ഒരു ലെവല് മാർക്കറ്റ് മുകളിലോട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടണം. ഇവിടെ എനിക്ക് തോന്നുന്നു 75 മിനിറ്റ്സിൽ ഇവിടെ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോണിന് മുകളിലോട്ട് മാർക്കറ്റ് PSഡോ അല്ലെങ്കിൽ വയലറ്റഡ് ആയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് ഇനി കയറാൻ സാധ്യതയുള്ളൂ. ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ കൂടിയാണ്. 24,800 മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേയിൽ മുകളിലോട്ട് ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുവരയ്ക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഇതിനിടയ്ക്ക് നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. 24,800 മുകളിൽ ലോങ് എൻട്രി എടുക്കുന്നത് റിസ്ക് ആണ്. താഴെ 24,800 കഴിഞ്ഞാൽ കുഴപ്പമില്ല. 24,000 താഴെ വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും സെല്ലിംഗ് പ്രഷർ വരാം. ലോങ് എൻട്രി റിസ്ക് ആണ്. എൻട്രി എടുക്കുന്നവർ ചെറിയ പ്രോഫിറ്റും ഇൻട്രാഡേ ലെവൽസും നോക്കിയിട്ട് ട്രെൻഡ് നോക്കിയിട്ട് വേണം എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴോട്ടുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 വെള്ളിയാഴ്ചത്തെ ലോ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,630 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് വരുന്നതെന്ന് പറയുന്നത് 24,530
24,530 അടുത്തൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പോഴും താഴേന്ന് പോകുന്ന ഈ ഒരു ട്രെൻഡ് ലൈന് ഹയർ ടൈം ഫ്രെയിമിൽ ചെക്ക് ചെയ്യണം. 24,530 പിന്നെ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ കൺഫർമേഷനാണ് നമുക്ക് ഈ ട്രെൻഡ് ലൈനും ഈ 24,530 എന്നുള്ള സപ്പോർട്ടും താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുക എന്നുള്ളത് താഴോട്ടുള്ളൊരു ഡൗൺ ട്രെൻഡിൻ്റെ സൂചനയാണ്. രണ്ടാമത്തെ സപ്പോർട്ട് വരിക 24,470 24,470 വരയ്ക്കും രണ്ടാമത്തെ സപ്പോർട്ട്. ഇൻട്രാഡേയിൽ അതായത് 24,630 മെനഞ്ഞാത്തെ വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,530 24,470 ഇത് രണ്ടുമായിരിക്കും താഴോട്ടുള്ള ടാർഗറ്റ്. ഈ ട്രെൻഡ് ലൈനും കൂടെ ബ്രേക്ക് ഔട്ട് കിട്ടണം. മുകളിലോട്ട് ഇപ്പോഴും എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് 24,800 മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ലോവർ ടൈം ഫ്രെയിമിലൊരു അപ്പ് ട്രെൻഡിനുള്ള സാധ്യതയുള്ളൂ. ഹയർ ടൈം ഫ്രെയിമിൽ താഴെ വന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലും ഒരു അപ്പ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച FIS 5,688 കോടിക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. DIS 5,843 കോടിക്ക് ബൈയിങ്ങുമാണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ DISൻ്റെ ഭാഗത്ത്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോഴും സെല്ലിംഗ് തന്നെയാണ്. FIS കോൾ ഓപ്ഷൻ 56,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 3.36 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കുള്ള ഏറ്റവും കൂടുതൽ ബൈയിങ് ആണ് പുട്ട് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. 3.36 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോ അവരുടെ പുട്ട് ഓപ്ഷൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. 45,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ ഏകദേശം 89,000 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ക്ലൈൻറ്റും പുട്ട് ഓപ്ഷൻ്റെ സെല്ലിംഗ് കുറച്ചിട്ടുണ്ട്. 4.5 ലാക്ക് ക്വാണ്ടിറ്റി. മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വേൾഡ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ ഇൻട്രാഡേക്ക് ഒരു ബൈയിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റായിരിക്കും. ആദ്യത്തെ സെഷൻ അവസാനത്തെ മണിക്കൂറുകളിൽ ചിലപ്പോൾ മാർക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയിട്ട് മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് വന്നാലും ചിലപ്പം അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയേക്കും. താഴോട്ടുള്ള ലെവൽസ് വേണ്ട. വൈഡ് CPR ആണെന്ന് തോന്നുന്നു. 24,685 തൊട്ട് 750 വരയ്ക്കും. ഏകദേശം 65 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. 65 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് താഴോട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,567 589. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നാലും 24,567 589 താഴോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കുറവാണ്. മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത് ഏകദേശം 200 പോയിൻറ്റിൻ്റെ ലെവൽസാണിത്. 24,786 24,806. 800 എന്ന് പറയുന്നത് 24,800 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിലിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവലാണ്. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കും. 24,921 943 വരയ്ക്കും 24,943 വരയ്ക്കും കയറിപ്പോകും. ഏകദേശം 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് മുകളിലോട്ട് കിട്ടും. 800 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്കെന്ന് പറയുന്നത് 200 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ്. ഇടയ്ക്ക് CPR വരുന്നുണ്ട്. CPR റെസിസ്റ്റൻസ് ആയിരിക്കും.
പക്ഷേ മിക്കവാറും വൈഡ് CPR ആണെന്നുണ്ടെങ്കിലും ഇത് ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. CPR ബ്രേക്കൗട്ട് കിട്ടിയാലും ഈ ഒരു റേഞ്ച്, കാരണം ഇവിടെ എല്ലാം ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഒരു ഏരിയ ആണ്. നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ടാകും. അപ്പം എൻട്രി മുകളിലോട്ട് എടുക്കുന്നവർ ചെറിയ പ്രോഫിറ്റിലൊക്കെ ഇറങ്ങാൻ നോക്കുക. 24,785 806 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടൊരു ഷോർട്ട് കവറിങ് റാലിക്ക് സാധ്യതയുണ്ട്. ഒരു 2 മണി 2:30 വരെയൊക്കെ മാർക്കറ്റ് ഇതിൻ്റെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് രണ്ടാമത്തെ സെക്ഷനിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉച്ച കഴിഞ്ഞിട്ടും 800 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു റിവേഴ്സിനുള്ള ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPRും ബ്രേക്കൗട്ട് കിട്ടിയിട്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.